Welcome, dear students. I hope that all my dear students are doing good. How is your studies going? I believe that all you are studying very well, and I congratulate many of the students who were submitting their activities in your activity group. I randomly checked your activity group. There I saw many students are participating the different activities very well. Some others, only 2 or 3 students are not interested to participate in these activities. Don't mind, they don't want higher marks. Okay, they don't want to become a good student. So if you want to become a good student, you have to do something more, okay, like this type of activities. Okay, so I congratulate all my dear students who were completing their activities in their groups. Okay, so let's move on to the our session. We already revise your entire chapters. So we started doing the problematic sessions. So here we discussing some expecting questions for the coming examination. So let's move on to the questions. Okay, let's discuss our questions and also the solution for it. Okay, you study these questions, only 10 questions, so you must study the question and answers very well. Okay, first question, don't look at the question numbers. This type of questions is 5 these questions carries 5 marks, so you must look at this type of questions. Don't look at the number of questions. Okay, this is the first question. Write the function of each of the following parts in a human female. Okay, first one is the ovary and uterus, fallopian tubes. Okay, ഒരു മെയിനായിട്ടുള്ള ഒരു നമ്പർ കാണും. മീൻസ് നിങ്ങൾക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പോൾ 20യിലാണ് തുടങ്ങുന്നതെങ്കിൽ 20യിൽ എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. ഓക്കെ, റൈറ്റ് ദി ഫങ്ഷൻസ് ഓഫ് ദി ഈച്ച് ഓഫ് ദി ഫോളോയിങ് പാർട്സ് ഇൻ ഹ്യൂമൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഈ താഴെ തന്നിരിക്കുന്ന ഫിമെയിൽ പാർട്സിൻ്റെ ഫങ്ഷൻസ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഓരോന്നിൻ്റെ ഫങ്ഷൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ സോ നമ്പർ 20യിൽ എ എന്നിട്ടിട്ട് നിങ്ങൾ എയുടെ സബ് ഡിവിഷനായിട്ടുള്ള 1 എന്നുള്ള ആ മാർക്കിങ് കൊടുക്കണം. അതിനുശേഷം 2 എന്ന മാർക്ക് യൂട്രസിനെ കുറിച്ച് എഴുതണം, 3 ഫെലോപ്പിയൻ ട്യൂബിനെ കുറിച്ച് എഴുതണം. പിന്നെ അതുകൊണ്ട് ക്വസ്റ്റ്യൻ തീരുന്നില്ല, പിന്നീട് ബി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 20യിൽ എ എന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതുപോലെ തന്നെ എയ്ക്ക് സബ് ഡിവിഷൻ ഉണ്ട് 3 എണ്ണം, അതും എഴുതണം. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ്. ബി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഏതാ? റൈറ്റ് ദി സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി പ്ലാസൻറ്റ ഇൻ എ ഹ്യൂമൻ ഫീമെയിൽ. ദിസ് ഈസ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ യു. സോ എങ്ങനെയാണ് നിങ്ങളിനി ആൻസർ ചെയ്യാൻ പോകുന്നത്? ഓവറി എന്താണ്? ഓവറിയുടെ ഫങ്ഷൻ എന്താണ്? പ്രൊഡ്യൂസ് എഗ്. യൂട്രസ് എന്താണ്? ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഡിസ്കസ് ദി ആൻസർ. സോ ഫങ്ഷൻ അതിൽ, അതായത് 20ൽ എ എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് ഫങ്ഷനാണ് ഓവറി. സോ പ്രൊഡ്യൂസസ് ഫീമെയിൽ ഗാമീറ്റ്സ്. 1 ovum ഈസ് റിലീസ്ഡ് ബൈ 1 ovary എവറി മന്ത്. ഇറ്റ് ഓൾസോ സെക്രീറ്റ്സ് 2 hormone, പ്രൊജസ്ട്രോൺ ആൻഡ് ഈസ്ട്രോജൻ. സോ ഓവറിയുടെ ഫങ്ഷൻസ് എന്താണ്? ഓവം അല്ലെങ്കിൽ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നാണ്. അപ്പോൾ ഒരു ഓവറി അല്ലെങ്കിൽ 1 ovum ആണ് ഒരു മാസത്തിൽ റിലീസ് ചെയ്യുന്നത്. ഓക്കെ, 1 ovum ആണ് ഒരു മാസത്തിൽ റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഓൾട്ടർനേറ്റ് ആയിട്ട് വരുമെന്നറിയാം. പെയർ ഓഫ് ഓവറീസ് ആണ് നമുക്കുള്ളതെന്നറിയാം. ഒരെണ്ണം ഒരു മാസത്തിൽ ചെയ്താൽ അടുത്ത പെയർ ഓഫ് ഓവറി ആയിരിക്കും അടുത്ത ഓവം റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പെയർ എന്ന് പറയുമ്പോൾ 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം ഒരു മാസത്തിൽ എഗ്ഗ് റിലീസ് ചെയ്താൽ അടുത്തത്
ഓൾട്ടർനേറ്റ് ആയിട്ട് ഒന്നിടവിട്ട് ഇപ്പോൾ ജനുവരിയിൽ ഒരു ഓവറി എഗ്ഗ് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരിയിൽ സെക്കൻഡ് വൺ ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. വീണ്ടും തേർഡ് വൺ മാർച്ചിൽ ഫസ്റ്റ് ഓവറി ആയിരിക്കും വീണ്ടും ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഓവറിയുടെ കാര്യങ്ങൾ പോകുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് സെക്രീറ്റ്സ് 2 ഹോർമോൺസ്. ഏതൊക്കെയാണ്? പ്രൊജസ്ട്രോൺ ആൻഡ് ഈസ്ട്രോജൻ. ഓക്കെ, മറക്കരുത് ഹോർമോണിൻ്റെ പേര്. ദെൻ രണ്ടാമത്തെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനുള്ളത് യൂട്രസിൻ്റെ ഫങ്ഷനാണ്. യൂട്രസ് എന്താണ്? ഇറ്റ് പ്രൊട്ടക്ട്സ് ആൻഡ് നറിഷ് ദ ഡെവലപ്പിംഗ് എംബ്രിയോ. യൂട്രസ് എന്ന് പറഞ്ഞാൽ അറിയാം, യൂട്രസിനുള്ളിലാണ് കുഞ്ഞ് വളരുന്നതെന്ന് നമുക്കറിയാം. യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് പ്രഗ്നൻ്റ് ആകില്ല എന്ന് നമുക്കറിയാം. സോ അത് എന്തിനുള്ളതാണ്? ഫീറ്റസിനെ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് എംബ്രിയോയിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കവചമാണ് എന്തെന്ന് പറയുന്നത് യൂട്രസ്. ഇറ്റ് പ്രൊട്ടക്ട്സ് ആൻഡ് നറിഷ് ദ ഡെവലപ്പിംഗ് എംബ്രിയോ. ഓക്കെ, ദെൻ അടുത്തത് തേർഡ് പോയിൻറ്റ്, ഫെലോപ്പിയൻ ട്യൂബ്സ്. ഫെലോപ്പിയൻ ട്യൂബുകൾ എന്താണ്? ഫെലോപ്പിയൻ ട്യൂബ്സ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ പാർട്ടാണ്. ഇറ്റ് പാസസ് ഡൗൺ ദ ഓവം ടുവേർഡ്സ് ദി യൂട്രസ് റിലീസ്ഡ് ബൈ ദി ഓവറി. സ്ട്രക്ചർ ഓഫ് ദ പ്ലാസൻറ്റ ഇൻ ഹ്യൂമൻ ഫീമെയിൽ നമ്മൾ നോക്കി വരയ്ക്കാം. അപ്പോൾ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് പാസസ് ഡൗൺ ദി ഓവർ ടുവേർഡ്സ് ദി യൂട്രസ് റിലീസ്ഡ് ബൈ ദി ഓവറി. അപ്പോൾ ഫെലോപ്പിയൻ ട്യൂബുകളിൽ വെച്ചിട്ടാണ് എഗ്ഗും ഓവറിയും തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സ്ട്രക്ചർ ഓഫ് ദി പ്ലാസൻറ്റ ഇൻ ഹ്യൂമൻ ഫീമെയിൽ. അത് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ? ദ പ്ലാസൻറ്റ ഈസ് എ ഡിസ്ക് വിച്ച് ഈസ് എംബഡഡ് ഇൻ ദി യൂട്രൈൻ വാൾ. പ്ലാസൻറ്റ എന്ന് പറയുന്നത് ഹ്യൂമൻ പ്ലാസൻറ്റ. ഓക്കെ, പ്ലാസൻറ്റ നിങ്ങൾക്കറിയാമല്ലോ. പ്ലാസൻറ്റ എന്ന് പറയുന്നത് ആ സ്ട്രക്ചർ മനസ്സിലേക്ക് വരണം. ഇറ്റ്സ് എ ഡിസ്ക് വിച്ച് ഈസ് എംബഡഡ് ഇൻ ദി യൂട്രൈൻ വാൾ. യൂട്രൈൻ വാളിലേക്ക് ഒരു സാക്ക് അല്ലെങ്കിൽ ഡിസ്ക് ഷേപ്ഡ് കാണുന്ന ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത് പ്ലാസൻറ്റ എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് വില്ലൈ ഓൺ ദി എംബ്രിയോ സൈഡ്. ദ mother's end of the placenta has blood spaces which is surrounded the villi. Okay, then functions of the placenta in human female. എന്താണ് പ്ലാസൻറ്റയുടെ ഫങ്ഷൻ എന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സോ ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻസ് ആർ റിസീവ്ഡ് ബൈ ദി ഫീറ്റസ് ഫ്രം ദി മദേഴ്സ് ബ്ലഡ്. സോ ഇതിങ്ങനെ പറയത്തില്ല, പൊക്കിൽ കുടി ബന്ധം എന്നൊക്കെ പറയുന്നത് പോലെ ഫീറ്റസിന് എന്തെങ്കിലും ഫുഡ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് നറിഷ് ചെയ്യുന്നത് ത്രൂ ദിസ് പ്ലാസൻറ്റ. ഓക്കെ, the fetus give way waste products and carbon dioxide to the mother blood for excretion. അതിന് ശേഷം ഫീറ്റസിൽ നിന്നുള്ള വേസ്റ്റ് എന്താണ് ഫീറ്റസിൻ്റെ മദറിൻ്റെ ബ്ലഡിലേക്ക് വിടുന്നതും എന്തിൻ്റെ സഹായത്തോടു കൂടിയാണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് പ്ലാസൻറ്റ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു? റൈറ്റ് ദി ഫങ്ഷൻസ് ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് പാർട്സ് ഇൻ ഹ്യൂമൻ ഫീൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഓവറി, യൂട്രസ്, ഫെലോപ്പിയൻ ട്യൂബ് ഓരോന്നിൻ്റെ ഫംഗ്ഷൻ എഴുതി. ദെൻ റൈറ്റ് ദി സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ദി പ്ലാസൻറ്റ ഇൻ ഹ്യൂമൻ ഫീമെയിൽ. സോ അപ്പോൾ ഫംഗ്ഷനും എഴുതി, സ്ട്രക്ചറും ഡിസ്ക്രൈബ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്തു. സോ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ മതി, നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് 5 marks. ഓക്കെ, ദെൻ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. With the help of one example for each, distinguish between the acquired traits and the inherited traits. Why are traits experience acquired during the entire lifetime of an individual, not inherited in the next generation? Explain the reason of this fact with an example. സോ ഇതിൽ ഹെറിഡിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് one example for each, distinguish between acquired traitsഉം ആൻഡ് ദ ഇൻഹെറിറ്റഡ് ട്രെയ്റ്റ്സും. ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ദി ക്യാരക്ടർ. അപ്പോൾ അക്വയർഡ് ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വായത്തമാക്കിയ സ്വഭാവവും പിന്നെ അതുപോലെ തന്നെ ഇൻഹെറിറ്റഡ് ട്രെയ്റ്റ്സ് വ്യത്യാസം അല്ലെങ്കിൽ വേരിയേഷൻ വഴി വന്ന സ്വഭാവവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? അവർ തമ്മിലുള്ള പ്രധാനമായ വ്യത്യാസം എന്താണ്? ഇനി വൈ ആർ ദി ട്രെയ്റ്റ്സ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആസ് അക്വയർഡ് ഡ്യൂറിങ് ദ എൻ്റയർ ലൈഫ് ടൈം ഓഫ് ആൻ ഇൻഡിവിജ്വൽ, നോട്ട് ഇൻഹെറിറ്റഡ് ഇൻ ദി നെക്സ്റ്റ് ജനറേഷൻ. ചിലപ്പോൾ ഈ ഇങ്ങനെ അക്വയർഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന സ്വഭാവ ഗുണങ്ങളൊക്കെ അടുത്ത തലമുറയിൽ ചിലപ്പോൾ കാണാതെ വരും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? എക്സ്പ്ലെയിൻ ദ റീസൺ ഓഫ് ദിസ് ഫാക്ട് വിത്ത് ആൻ എക്സാമ്പിൾ. ഓക്കെ, ഇതിന് പ്രധാനമായിട്ടും എന്ത് കാരണത്താലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു എക്സാമ്പിൾ സഹിതം വ്യക്തമാക്കുക. അപ്പോൾ എന്താണ് നമ്മൾ പ്രധാനമായിട്ടും 2 ചാർട്ട് ക്രമീകരിക്കും, അക്വയർഡ് ട്രെയ്റ്റ്സ് ആൻഡ് ഇൻഹെറിറ്റഡ് ട്രെയ്റ്റ്സ്. ഇത് ഓരോന്നും നമ്മൾ എന്താണെന്ന് ഇനി ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് വൺ ഈസ് അക്വയർഡ് ട്രെയ്റ്റ്സ്. എ ട്രെയ്റ്റ് ഓർ ക്യാരക്ടറിസ്റ്റിക്
which develops in response to the environment. So this acquired traits means with response to the environment. എൻവയോൺമെൻറ്റിൻ്റെ ഒരു എൻവയോൺമെൻറ്റിനെ അപേക്ഷിച്ചാണ് അതിലെ ക്യാരക്ടേഴ്സൊക്കെ സ്വഭാവ ഗുണങ്ങൾ വ്യത്യാസപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ദേ കനോട്ട് ബി ട്രാൻസ്ഫർ ടു ദി പ്രോജനി. അടുത്ത തലമുറയിലേക്ക് അത് കൈമാറ്റം ചെയ്യണമെന്നില്ല. കാര്യം അടുത്ത തലമുറയിൽ വേറെ രീതിയായിരിക്കും എൻവയോൺമെൻറ്റ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യണമെന്നില്ല. സ്വിമ്മിങ് ഓർ റണ്ണിങ്, അതിൻ്റെ എക്സാമ്പിളാണ് സ്വിമ്മിങ് ഓർ റണ്ണിങ്. ഓക്കെ, സ്വിമ്മിങ് ഓർ റണ്ണിങ്. ഓക്കെ, അത് അടുത്ത തലമുറയിലുള്ള ആൾ ചിലപ്പോൾ നന്നായിട്ട് ഓടണമെന്നൊന്നുമില്ല. ഓക്കെ, ഇനി അപ്പോൾ അതാണ് അതിൻ്റെ എക്സാമ്പിൾ. ഇനി ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ്. ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ ട്രേറ്റ് ഓർ ക്യാരക്ടറിസ്റ്റിക് വിച്ച് എ പ്രോജനി ഗെറ്റ്സ് ഫ്രം ദ പ്രീവിയസ് ജനറേഷൻ. സോ ഇപ്പോൾ എൻ്റെ പാരൻസിൽ നിന്നും എനിക്ക് കിട്ടുന്ന സ്വഭാവ ഗുണങ്ങളാണ് അതിനെ എന്താണ് ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ് അതൊരിക്കലും പ്രകൃതിയെ ആസ്വദിച്ച അല്ലെങ്കിൽ ആശ്രയിച്ച ഒന്നും അല്ല ഇരിക്കുന്നത്. ദേ ആർ ഓഫ് കോഴ്സ് പാസ്ഡ് ഓൺ ടു ദി പ്രോജനി. അപ്പോൾ ആ ക്യാരക്ടേഴ്സ് എന്തായാലും സ്വാഭാവികമായിട്ട് എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെ ഏതെങ്കിലും ഗുണങ്ങളൊക്കെ എൻ്റെ ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഓക്കെ, അടുത്തത് ബ്ലാക്ക് ഐസ് ലൈക്ക് ഫാദർ ഓർ മദർ. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, അവൻ കറക്റ്റ് എക്സാക്റ്റ് ഫാദറിനെ പോലെ ഇരിക്കുന്നു, എക്സാക്റ്റ് മദറിനെ പോലെ ഇരിക്കുന്നു, അങ്ങനെ പറയത്തില്ലേ. സോ അത് ഈ ഒരു കാര്യം കൊണ്ടാണ് ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ്. ഓക്കെ, അപ്പോൾ അക്വയർഡ് ട്രേറ്റ്സ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ റെസ്പോൺസും, ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ത്രൂ ദി എന്താ പറയുന്നത് പ്രീവിയസ് ജനറേഷനിലൂടെ കിട്ടുന്നത്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്, ഇതിനുള്ള പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളും അതിനുള്ള എക്സാമ്പിൾസുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ട്രേറ്റ്സ് ആർ ഇൻഹെറിറ്റഡ് ഡ്യൂറിങ് എ ലൈഫ് ടൈം കനോട്ട് ബി ഇൻഹെറിറ്റഡ് ഇൻ ദ സക്സസീവ് ജനറേഷൻ. അതാണ് കാര്യം. അതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്തൊക്കെയാണ്? ദ ചേഞ്ചസ് ഡു നോട്ട് റിഫ്ലക്റ്റ് ഇൻ ദി DNA ഓഫ് ഗാമിറ്റ്സ്. അപ്പോൾ ഈ അതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേഞ്ചസ് DNA ഓഫ് ദി ഗാമീറ്റ്സിനെ ബാധിക്കുന്നില്ല. ഡു നോട്ട് റിഫ്ലക്റ്റ് ഇൻ ദി DNA ഓഫ് ഗാമീറ്റ്സ്. നമുക്കറിയാം വേരിയേഷന് പ്രധാനമായ കാരണം, അല്ലെങ്കിൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മെയിലും ഫീമെയിലും തമ്മിൽ ഫ്യൂസ് ചെയ്തുണ്ടാകുന്ന പ്രോജനിക്ക് ചില വ്യത്യാസങ്ങൾ പാരൻസിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അടുത്ത പ്രോജനിയാണ് ഉണ്ടാകുന്നത്. സോ ഇതിനെയാണ് നമ്മൾ വേരിയേഷൻ എന്ന് വിളിച്ചത്. വേരിയേഷൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. എവല്യൂഷനെ ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെയൊക്കെ സർക്കംസ്റ്റാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് പിന്നെ വേരിയേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സോ ഇതെന്താണ്? ട്രേറ്റ്സ് ആർ ഇൻഹെറിറ്റഡ് ഡ്യൂറിങ് എ ലൈഫ് ടൈം കനോട്ട് ബി ഇൻഹെറിറ്റഡ് ഇൻ ദി സക്സസീവ് ജനറേഷൻ. അതിന് കാരണം പ്രധാനമായിട്ട് എന്താ? ദ ചേഞ്ചസ് ഡു നോട്ട് റിഫ്ലക്റ്റ് ഇൻ ദി DNA ഓഫ് ദി ഗാമീറ്റ്സ്. ഓക്കെ, അത് ആ ചേഞ്ച് ആ ട്രേറ്റ്സിൽ അനുഭവപ്പെടുന്നില്ല, അല്ലെങ്കിൽ DNA ചേഞ്ച് ആ ട്രേറ്റ്സിൽ അനുഭവപ്പെടുന്നില്ല. സോ ദർ ഈസ് നോ ചേഞ്ച്. ഓക്കെ, ദേ ആർ പെക്യൂലിയർ ടു എ സിംഗിൾ ഓർഗാനിസം ആസ് എ റെസ്പോൺസ് ടു ദി environment. For example, a swimmer cannot pass on her skills to her next generation as the traits acquired during her lifetime are limited only to non-reproductive cells and not her gametes. Okay, അതായത് അക്വയർഡ് ട്രേറ്റ്സിൻ്റെ കാര്യങ്ങൾ ഇൻഹെറിറ്റഡ് ട്രേറ്റ്സിലേക്ക് പാസ് ചെയ്യുന്നില്ല. അതായത് അക്വയർഡും ഇൻഹെറിറ്റഡ് നമ്മൾ പറഞ്ഞു, എൻവയോൺമെൻറ്റൽ റെസ്പോൺസും മറ്റേത് എന്താണ് നമ്മുടെ പ്രീവിയസ് ജനറേഷനിൽ നിന്ന് പാസ് ചെയ്യുന്ന. അപ്പോൾ അക്വയർഡ് ട്രേറ്റ്സ് എന്തുകൊണ്ടാണ് പോകാത്തത്? അത് DNA ആയിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല. അടുത്തത് ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ് DNA ആണ്, DNA ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, കാരണം സ്വിമ്മറിന് അവൻ്റെ അതേ ഗുണങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് വൺ, മെൻഷൻ എനി 2 components of blood. Trace the movement of oxygenated blood in the body. C. Write the functions of valves present in between atria and ventricle. Write one structural difference between the composition of artery and veins. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ മാർക്ക് ചെയ്യുമ്പോഴോ ഈ ABCD എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ മെയിനായിട്ടും എഴുതി വേണം നിങ്ങൾ ചെയ്യാൻ. Aയുടെ ആൻസർ ഇത്, Bയുടെ ആൻസർ ഇത്, അങ്ങനെ എഴുതി വേണം നിങ്ങൾ നിങ്ങളുടെ ആൻസർ സബ്മിറ്റ് ചെയ്യാൻ. ഓക്കെ, അത് വളരെ ശ്രദ്ധിച്ച് വേണം, അല്ലാതെ എല്ലാ പോയിൻറ്റ്സും ഒരുമിച്ച് എഴുതരുത്. യു വിൽ നോട്ട് ഗെറ്റ് എനി മാർക്ക്. ഓക്കെ, സോ യു മസ്റ്റ് കെയർഫുള്ളി റൈറ്റ് ദി എക്സാമിനേഷൻ. ഓക്കെ, that's why we are telling repeatedly
just look at the question and write the answer based on the questions. Okay, on the weightage of the questions, want to look at one times. Okay, സോ നമുക്കറിയാം അതിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന്. 55% ബ്ലഡ് എടുക്കുകയാണെങ്കിൽ 55% പ്ലാസ്മയാണെന്നറിയാം, 1% വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലേറ്റ് സെൽസ് ആണെന്നറിയാം, 44% റെഡ് ബ്ലഡ് സെൽസ് ആണ്. സോ ഇതാണ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ്. അപ്പോൾ ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. ഫോംഡ് എലമെൻസും പ്ലേറ്റ്ലെറ്റ്സുമാണ് നമ്മുടെ പ്ലാസ്മയുമാണ് ബ്ലഡിലെ ശരിക്കും കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നും എത്ര വരുന്നു എന്നുള്ളത് നിങ്ങൾ എഴുതുക. ഓക്കെ, ഇനി ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ട്രേസ് ദ മൂവ്മെൻറ്റ് ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇൻ ദ ബോഡി. എന്താണ് ഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? ഇപ്പോൾ സാറിൻ്റെ ഹാർട്ട് എന്താണ് നമ്മൾ ലൈഫ് പ്രോസസ്സിൽ പഠിച്ചിരുന്നു. റെസ്പിറേഷനും എക്സ്ക്രീഷനും എല്ലാം പഠിച്ച കൂട്ടത്തിൽ സാറ് സർക്കുലേഷൻ ഓഫ് ബ്ലഡും പഠിപ്പിച്ചിരുന്നു. സോ അതിൽ നിന്ന് നോക്കിയേ, ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്ലോസ് ഫ്രം ദി ലങ്സ് ടു ദ ലെഫ്റ്റ് ഏട്രിയം. ലെഫ്റ്റ് സൈഡ് ഓർത്താൽ മതി, നമ്മുടെ കൈയുടെ ലെഫ്റ്റ് കൈയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് എടുക്കുക, അതായത് ലങ്സിൽ നിന്ന് നേരെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകുന്നു. ദെൻ വെൻ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട്സ് ദ ബ്ലഡ് ഈസ് ട്രാൻസ്പോർട്ട് ടു ദി ലെഫ്റ്റ് വെൻട്രിക്കിൾ. എല്ലാം ആദ്യം ലങ്സിൽ നിന്ന് നേരെ ലെഫ്റ്റ് ഏട്രിയം, ദെൻ ലെഫ്റ്റ് വെൻട്രിക്കിൾ. അതിനുശേഷം എന്ത് ചെയ്യുന്നത്? ബ്ലഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ദി ലെഫ്റ്റ് വെൻട്രിക്കിൾ. അതിനുശേഷം എന്ത് ചെയ്യും? ദെൻ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട്സ് ആൻഡ് വയ ദി അയോട്ടിക് ആർക്ക് ദ ബ്ലഡ് ദാറ്റ് ഈസ് പമ്പ്ഡ് ടു ഓൾ ദ അതർ ഏരിയാസ് ഓഫ് ദി ബോഡി. അവിടെ നിന്ന് നേരെ അയോട്ട വഴി ബോഡിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകും. പിന്നീട് അവിടെ ഉണ്ടായ വേസ്റ്റ് ഏതാണ്? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ഓക്സിജനേറ്റഡ് ബ്ലഡ് അവിടെയെല്ലാം ചെന്നു. പിന്നീട് അവിടെ നിന്ന് തിരികെ കൊണ്ടുവന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ ഫ്ലോ ആണ് നടക്കുന്നത്. സോ ഇവിടെ ഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ ഫ്ലോ പറയാനാണ് പറഞ്ഞത്. സോ അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദെൻ അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് ദി വാൽവ്സ് പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ ഏട്രിയ ആൻഡ് വെൻട്രിക്കിൾസ്. എന്താണ്? പെട്ടെന്ന് നിങ്ങൾക്ക് ഓർക്കാവുന്നേ ഉള്ളൂ. വാൽവ് എന്ന് പറയുന്നത് എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? ബാക്ക് ഫ്ലോ തടയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. ഒരിക്കലും ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെഫ്റ്റ് ഓറിക്കിലേക്ക് അല്ലെങ്കിൽ ഏട്രിയത്തിലേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യാൻ പാടില്ല. സോ ദർ ഈസ് എ വാൽവ്. അപ്പോൾ അത് എന്തുമായിരിക്കും? വാൽവ്സിന് ഏട്രിയയും വെൻട്രിയയും തമ്മിൽ തിരിക്കുന്ന വാൽവ് ഏതാണ്? ഏട്രിയോ വെൻട്രിക്കുലാർ വാൽവ്സ്. ഓക്കെ, റൈറ്റ് ദി ഫങ്ഷൻസ് ഓഫ് ദി വാൽവ് പ്രസൻറ്റ് ബിറ്റ്വീൻ ഏട്രിയ ആൻഡ് വെൻട്രിക്കിൾ. അപ്പോൾ ഏട്രിയ വെൻട്രിക്കുലാർ വാൽവാണ് അവിടെ പ്രസൻറ്റ് ചെയ്യുന്ന, അതിൻ്റെ ഫംഗ്ഷനാണ് നമ്മൾ എഴുതുന്നത്. Okay, that to prevent the black flow of the blood when the ventricle contract, that is ensure the blood flows only in one direction. Okay, ഇനി അടുത്തത് fourth question. Write one structural difference between the composition of artery and veins. ആർട്ടറിയും വെയിനും എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്? ആർട്ടറി എന്ത് വെച്ചിട്ടാണ്? they are thick walled with a narrow lumen. Okay, and the vein, they are thin walled with a wider lumen. So write the answer like this. You will get the total mark, അല്ലെങ്കിൽ the maximum mark from that question. Okay, then the next question. In humans, there is a 50% probability of birth of a boy and 50% probability that a girl will be born. Justify the statement on the basis of the mechanism of sex determination in human beings. Okay, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ ഹ്യൂമൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 50% പെണ്ണാകാനും 50% ആണാകാനും സാധ്യതയുണ്ട് ജനിക്കുന്ന കുട്ടി. അത് എന്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലും അതിനെ ഒന്ന് വ്യാഖ്യാനിക്കുക. ഓക്കെ, എന്താണ് അതിൽ നടക്കുന്ന മെക്കാനിസം? സെക്സ് ഡിറ്റർമിനേഷൻ്റെ സമയത്ത് നടക്കുന്ന മെക്കാനിസം എന്താണ്? സോ നമ്മളിത് ഹെറിഡിറ്റിയിൽ നിന്നുള്ള പോർഷനാണ്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നിങ്ങൾക്ക് ആ പിക്ചറിൽ നിന്ന് കാണുന്ന പോലെ ഫിമെയിൽ ക്രോമസോംസ് ഏതൊക്കെയാണ്? XX. ഓക്കെ, ആൻഡ് ദ മെയിൽ ക്രോമസോം XY. ഇങ്ങനെ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യണം, ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്ത് തന്നെ നിങ്ങൾ ചെയ്യണം. മെയിലെന്ന് എഴുതിയാൽ മതി, ഇങ്ങനെ വരച്ചില്ലെങ്കിലും മെയിൽ ഫീമെയിൽ അങ്ങനെ എഴുതിക്കണം. ഓക്കെ, ഇനി എങ്ങനെയാണ് അടുത്ത തലമുറയിലേക്ക് അല്ലെങ്കിൽ ഗാമീറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? ഫിമെയിലിൻ്റെ X, മെയിലിൻ്റെ ആദ്യത്തെ X.
ഓക്കെ, അതൊരു കോമ്പിനേഷൻ. ദെൻ ഫിമൈലിൻ്റെ എക്സ്, ദെൻ മെയിലിൻ്റെ എക്സ്, അത് വേറൊരു കോമ്പിനേഷൻ. ദെൻ അടുത്തത് വരുന്നത് എന്താ, ഫിമൈലിൻ്റെ എക്സ് മെയിലിൻ്റെ വൈ, ആൻഡ് അടുത്തത് വരുന്നത് ഫിമൈലിൻ്റെ എക്സ് മെയിലിൻ്റെ വൈ. സോ ഇതാണ് നമുക്ക് ഗ്യാമീറ്റ്സ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ 50% ചാൻസ് ആണ് ഫിമെയിലിനും മെയിലിനും. നിങ്ങൾ നോക്കിയാൽ അറിയാം, കറക്റ്റ് പകുതി പകുതിയായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എ മെയിൽ പ്രൊഡ്യൂസേഴ്സ് 2 types of sperms, അല്ലേ? ഒരു മെയിൽ പ്രൊഡ്യൂസേഴ്സ് 2 types of sperms ആണ് പ്രൊഡ്യൂസിക്കുന്നത്. അത് 1 type bears 22 plus X composition and the other 22 plus Y. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. 22 plus 1 23 pairs of chromosomes ആണെന്ന് പറഞ്ഞു. അതിൽ 22 plus X എന്നൊരു കോമ്പോസിഷനും ഉണ്ട്, 22 plus Y എന്ന് പറയുന്ന ഒരു കോമ്പോസിഷനും ഉണ്ട്. എവിടെ? മെയിൽസിൽ XY ക്രോമസോംസ് ആണുള്ളത്, അല്ലേ? ഇനി therefore in a male has 50% sperms with X chromosomes and other 50% with Y chromosomes. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ തന്നെ പറയാം, 50% X ക്രോമസോമിനുള്ള ചാൻസ് ഉണ്ട്, Y എന്ന് പറയുന്നത് 50% ആണ്. ഇനി the sex of an infant is determined by the type of sex chromosomes contributed by the male gamete. സ്വാഭാവികമായിട്ടും മെയിൽ ഗ്യാമീറ്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ക്രോമസോംസ്, എക്സ് ക്രോമസോമിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ലിംഗം നിർണ്ണയിക്കുന്നത്, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് സെക്സ് നിർണ്ണയിക്കുന്നത്. സോ സിൻസ് ദ റേഷ്യോ ഓഫ് ദി എക്സ് ക്രോമസോംസ് ആൻഡ് ദ വൈ ക്രോമസോംസ് ഇൻ മെയിൽ ഗ്യാമറ്റ് ഈസ് 50:50. The statistical probability of male or female infant is also 50:50. സോ നമ്മൾ കണ്ടു, ആ പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും 50-50 ചാൻസ് ആണെന്നുള്ളത്. സോ ഇത്രയും എഴുതുക ആൻസർ, ആ ക്വസ്റ്റ്യൻ അപ്പോൾ ക്ലിയർ ആണ്. സോ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഈസ് ലേബിൾ ദി പാർട്സ്. ഇത് റീപ്രൊഡക്റ്റീവ് പാർട്സായ പ്ലാന്റ്സിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടായ ഫ്ലവറിൻ്റെ ഒരു ഛേദമാണ്, അല്ലെങ്കിൽ നെടുകയുള്ള TS ഓഫ് ടിപ്പിക്കൽ ഫ്ലവർ. അപ്പോൾ അതിൻ്റെ അടയാളപ്പെടുത്തിയിരിക്കുന്ന പാർട്സ് 1 എന്ന നമ്പർ ഇട്ടിട്ട് ഏതാണ് 1 ഏതാണ് കൊടുത്തിരിക്കുന്നത്, ആന്തറാണ്, അല്ലേ? അപ്പോൾ 2 ഏതാണ്, അങ്ങനെ ഓരോന്നേ നമ്മൾ എഴുതണം. നോക്കിക്കേ, 1 എന്ന് പറയുന്ന പോയിൻ്റ് ആന്തറാണ്, ദെൻ ഫിലമെൻ്റ് ആണ്, അതിന് ശേഷം 2 ആയിട്ട് കൊടുത്തിരിക്കുന്നത്, ദെൻ 3 ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താ, പെറ്റലാണ്, ദെൻ 4 ആയിട്ട് കൊടുത്തിരിക്കുന്നത് സെപ്പലാണ്, ഓക്കെ, പച്ച കളറിൽ കാണിക്കുന്നത്, ദെൻ 5 ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഏതാ, സ്റ്റിഗ്മ, ദെൻ ഇവിടെ പൊളൻ ട്യൂബ് അല്ലെങ്കിൽ സ്റ്റൈൽ എന്ന് പറയുന്ന ഇത് വരുന്നു. പൊളൻ ട്യൂബാണ് നീളത്തിലുള്ള സാധനം, അതിനുശേഷം സ്റ്റൈല് വരുന്നു, നടുക്കൂടിയുള്ളത് ആ നേർത്ത ഇത്. ദെൻ സെവൻത് പാർട്ട് ഓവറിയുടെയാണ്. ഇനി ലാസ്റ്റ്, സോ നമ്മുടെ 8 പാർട്ടാണ് ഒവ്യൂൾസ്. 8th പോർഷൻ എന്ന് പറയുന്നത് ഒവ്യൂൾസ് ആണ്. സോ നിങ്ങൾക്ക് ഈ പാർട്ട് ഈ പിക്ചർ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ടൊക്കെ കാണും. സോ യു മസ്റ്റ് സ്റ്റഡി ദ ഡയഗ്രാം വെരി വെൽ. ഓക്കെ, താങ്ക് യു ഓൾ. സോ ദിസ് ഫോർ ടുഡേ. You must study the questions and answers very well. Okay, have a great day. Thank you.